ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഐഫോൺ എക്സസ് 256 GB 2024 നമുക്ക് എങ്ങനെ വർത്താകുന്നു എന്നുള്ളതാണ്. വർത്ത് മീൻസ് നമുക്ക് എത്രത്തോളം നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ആ ഒരു ഫോൺ ഉപകാരമാവുന്നുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ ഫേവറേറ്റ് ഐഫോൺ ഏതാണോ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ ആണ്. ഐഫോൺ എക്സസ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഈ ഒരു ഫോൺ എടുക്കുക. അപ്പോൾ നമ്മളെന്താ ഈ ഒരു ചെറിയ ബഡ്ജറ്റ് ഫോണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പലർക്കും ആപ്പിൾ ഐഫോൺ എന്നത് സ്വപ്നങ്ങളാവും. ആ ഒരു സ്വപ്നങ്ങൾ നമുക്ക് എടുക്കണം, സാക്ഷാത്കരിക്കണം. അതിനും വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാം, ചെറിയ പൈസൻ്റെ ഫോണിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ 16 Pro Max വരെ നമുക്ക് എത്തണം വേണ്ടേ. അപ്പോൾ നമുക്കിതിനെ കുറിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഐഫോൺ എക്സസ്, ഐഫോൺ എക്സ് ഇത് തമ്മിൽ കാണാൻ ഒരേപോലെ തന്നെയാണ്. കാണാൻ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഐഫോൺ 10ഉം 10s. അതായത് നമ്മൾ എക്സസ് എന്ന് പറഞ്ഞ പോലെ കാണാൻ ഒരുപോലെ. 2017 പുറത്തിറങ്ങിയ മോഡൽ ഐഫോൺ എക്സ്, 2018 ഇറങ്ങിയത് എക്സസ് 10s. ഈ ഒരു വേരിയൻറ്റിന് സ്റ്റിൽ അപ്ഡേഷൻ iOS 18 ഇതുവരെ നമുക്ക് കിട്ടുന്നുണ്ട്. 2024 അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതായത് നമുക്ക് ഇതിൻ്റെ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഈ ഒരു നമ്മളെ 16 Pro Max ഇല്ലേ, ആ ഒരു ഫോണിൻ്റെ അടുത്തേക്ക് നമുക്ക് ഈ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് എത്തുന്നുണ്ട്. അതായത് ആ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം ഫ്യൂച്ചർ കണ്ടിട്ട് തന്നെ ഐഫോൺ എക്സസ് മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2020-21 കാലഘട്ടത്തിലാണ്. അന്ന് ഐഫോൺ എക്സസിൻ്റെ വില എത്രയെന്ന് നിങ്ങൾക്കറിയോ? 35,000 രൂപയ്ക്ക് ഐഫോൺ എക്സസ് 10s നമ്മൾ കൊടുത്തിരുന്നു. ഇന്ന് ആ ഒരു പ്രൈസ് 20,000 രൂപ, 18,000 രൂപേൻ്റെ അടുത്ത് റേഞ്ചിക്ക് എത്തി ആ ഒരു സാധനം. അപ്പോൾ നമുക്ക് പ്രൈസ് റേഞ്ചിൽ ആപ്പിളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും അതിലിങ്ങനെ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു വരാം. എക്സസ് ഇറങ്ങിയ സമയത്ത് നമ്മൾ ആൻഡ്രോയിഡിൽ ഇറങ്ങിയ ഒരു മോഡലാണ് S9. സാംസങ്ങിലെ S9 എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇറങ്ങി. ഇന്ന് ആ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് ആരെങ്കിലും സംസാരിക്കലുണ്ടോ, അല്ലെങ്കിൽ ആ സാധനത്തിനെ കുറിച്ച് ആരെങ്കിലും ഓർക്കലുണ്ടോ? ആപ്പിളിൽ ഓരോ മോഡൽസ് ഐഫോൺ ഫസ്റ്റ് 4S മുതൽ നമുക്കിപ്പോൾ 16 Pro Max വരെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഓരോ വേരിയൻറ്റിലും നമ്മൾ എപ്പോഴും എടുത്ത് സംസാരിക്കാറുണ്ട്, അത് വാങ്ങാറുണ്ട്. ഇപ്പോഴും മാർക്കറ്റിൽ നമുക്ക് റീസെല്ലേഴ്സിന് ഇപ്പോഴും മാർക്കറ്റ് വാല്യൂ ഉള്ള ഫോൺ തന്നെയാണ് ആപ്പിൾ ഐഫോൺസ് എന്നത്. പിന്നെ നമുക്ക് അപ്ഡേഷൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ ഐഫോൺ എക്സസിൽ എന്നുള്ള കമൻറ്റ്സ് ഞാൻ കണ്ടു. ഐഫോൺ എക്സസ് എന്നല്ല, നമ്മളിപ്പോൾ ചെയ്ത 13 സീരീസും 30 Pro സീരീസും 40 Pro സീരീസിലൊന്നും നമ്മൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടില്ല. ഇനി ചില ആളുകൾക്ക് അങ്ങനെ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള അവരുടെ അനുഭവം കൊണ്ടാവും കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, iOS 18 അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലിട്ടിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തിരൂർ ഷോപ്പിലായാലും അല്ലെങ്കിൽ ദുബായിലാണെങ്കിൽ ബർദുബായ് അൾട്രാഫാ സ്ട്രീറ്റിലുള്ള നമ്മൾ ആർക്കിഡോക്സിൽ വന്നു കഴിഞ്ഞാലും നമ്മളത് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തരും. iOS 18 അപ്ഡേറ്റ് ആക്കിയ ഐഫോൺ എക്സസ് ഇതാ നമ്മളെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള iOS 18 വരെ നമുക്ക് ഇതിൽ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. ഐഫോൺ എക്സസിൽ ഇതാ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇതെല്ലാം മാറിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഐക്കൺസും കാര്യങ്ങളെല്ലാം മാറിയ ഇതാണ് iOS 18 നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഫേസ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്തെങ്കിലും പോയിട്ടുണ്ടോ, ബാറ്ററി അൺനോൺ പാർട്ടായിട്ടുണ്ടോ? ബാറ്ററിയൊക്കെ ഇതിൽ ഉള്ള ബാറ്ററി തന്നെ ഉണ്ട്, 89% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. പിന്നെ ജനറലിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അബൌട്ട് സീരീസ് എടുത്തു കഴിഞ്ഞാലും നമുക്കൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫേസ് ചെയ്യുന്ന രീതിയിലില്ല. ഇത് നമ്മൾ iOS 18 അപ്ഡേറ്റ് ചെയ്ത് ഒരു വിഷയം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് മേ ബി ചില ആളുകൾക്ക് ഇത് ഫേസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സിസ്റ്റത്തിലിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാൻ പറ്റും. ഏത് സീരിയസ് ആയി കഴിഞ്ഞാലും നമുക്ക് സിസ്റ്റത്തിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാലോ, ഐഫോൺ എക്സസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലായതുകൊണ്ട് തന്നെ ബാറ്ററി 100% ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ബാറ്ററി ചേഞ്ച് ആക്കിയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് 3 മണിക്കൂർ 34 മിനിറ്റ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഇത് യൂസഡ് നമ്മൾ 89% ഉള്ള ഫോണിൻ്റെ ഐഫോൺ എക്സസിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ഇനി നിങ്ങൾ iOS 18 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് യൂസ് ചെയ്യുന്ന യൂസർ റിവ്യൂ ആണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അതായത് ബാറ്ററി ബാക്കപ്പിനെ കാര്യമായിട്ടൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബാധിച്ചിട്ടില്ല. നമുക്ക് വേണ്ട ബാറ്ററി ബാക്കപ്പ് ഇട്ടുന്നത് കണ്ടിന്യൂസ് യൂസാണ്. നമുക്ക് നെറ്റ് ഉണ്ട്, ലൊക്കേഷൻ ഓണാണ്, സിം ഇതിലിട്ടിട്ടുണ്ട്. എന്നിങ്ങനെയുള്ളതിൻ്റെ ഈ ഒരു യൂസിങ്ങിൻ്റെ ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ ഈ ഒരു കാണുന്നത് 3 മണിക്കൂർ എന്നുള്ളത്. കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലായതുകൊണ്ട് നമുക്കിതിൽ ബാറ്ററി ചേഞ്ച് ഡൗൺ വരിക, 100% ബാറ്ററി ഉണ്ടാവും. ബാറ്ററി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ എഫിഷ്യൻസി, അതായത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഉള്ളത് നമുക്ക് കുഴപ്പമില്ലാത്ത 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അറിയാലോ, നമുക്ക് കുറേ മുമ്പ് ഇറങ്ങിയത് തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പം ഉണ്ടാവില്ല.
ഇപ്പോൾ ഐഫോൺ എക്സസിലൊക്കെ പറഞ്ഞാൽ ഊരിയതുകൊണ്ട് ബാറ്ററി മാത്രമേ മാറ്റിയിട്ടുണ്ടാവുള്ളൂ. വേറെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ള ഫോൺസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റിൽ ക്വാളിറ്റി അനുസരിച്ചുള്ള ഫോണുകൾ വരും. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന റേറ്റും കൂടി പറഞ്ഞുതരാം. 750 ദിറംസിന് 256 GB. അതായത് നമ്മളിപ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 21,000 രൂപ, നാട്ടിലത്തെ ഷോപ്പിൽ നിന്നാണെങ്കിൽ 21,000 രൂപയ്ക്കും നിങ്ങൾക്ക് ഫോൺ സ്വന്തമാക്കാൻ പറ്റും. ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങളെല്ലാവരും ഒരു ആപ്പിൾ ഐഫോണിക്ക് വരുന്നത് ക്യാമറ ആഗ്രഹിച്ചിട്ടാണെന്നറിയാം. എല്ലാവരും അത് തന്നെയാണ്, ക്യാമറ ആഗ്രഹിച്ചിട്ട് ആണ് നിങ്ങൾ ഐഫോൺ ഏത് മോഡലായാലും നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഐഫോൺ എക്സസിൻ്റെ ക്യാമറ ക്വാളിറ്റി നോക്കാം. ഐഫോൺ എക്സസിൻ്റെ ക്യാമറ ക്വാളിറ്റിയിൽ പോർട്രേറ്റ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പോർട്രേറ്റിലൊരു ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡെപ്ത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഓരോ ഡെപ്തും, അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് നമുക്ക് ആ കിട്ടുന്ന റിസൾട്ട് അടിപൊളിയാണ്. അതാണ് ഇതിൻ്റെ ഒരു ക്യാമറ. പിന്നെ രണ്ടാമത് വീഡിയോസിൻ്റെ ക്വാളിറ്റി ആയി കഴിഞ്ഞാലും നമുക്ക് സാധാരണ ലെവലിൽ തന്നെ നമുക്ക് ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. എന്ത് കഴിഞ്ഞാലും നമുക്ക് ഇപ്പോൾ അറിയാലോ, വലിയ സിസ്റ്റത്തിലിട്ടിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരായാലും ഇതായാലും നമ്മൾ ഐഫോണിലെടുത്ത വീഡിയോൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു കാണുന്ന റിസൾട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വീഡിയോ എത്രത്തോളം നമുക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഐഫോൺ എക്സസിലെ വീഡിയോ ക്ലാരിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ അറിയാലോ, ഞാനിപ്പോൾ മംസാർ പാർക്കിലുള്ളത്. ഇവിടുത്തെ ഒരു വിഷ്വൽസ് നിങ്ങൾ നോക്കിക്കോളി എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയാം, ഐഫോൺ എക്സസിലെ വീഡിയോ. അപ്പോൾ നമുക്കറിയാലോ, ഏതൊരു സാധാരണക്കാർക്കും ഈ ഒരു ക്യാമറ ക്വാളിറ്റിയിൽ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇത് തന്നെയാണ്, പിക്ചർ ലെവൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സൂമിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് സൂമിങ് ഈ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. സൂമിങ് 3x വരെ കിട്ടുന്നുള്ളൂ കേട്ടോ, വീഡിയോയിൽ 3x വരെ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ ധാരാളമാണ്. ഐഫോൺ എക്സസിലെ ഫ്രണ്ട് ക്യാമിലെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. HD 30 ഫ്രെയിമിലാണ്, 30 FPS നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോളൂ, നമുക്കറിയാലോ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഹാൻഡ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നോക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഡിയോ ക്യാപ്ചറാണ്. ഓഡിയോ ക്യാപ്ചർ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ ഓഡിയോ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഐഫോൺ എക്സസിലെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല, നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അഡീഷണൽ മൈക്കാണെങ്കിലും മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറിയാലോ, ക്യാമറ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഫോണുകൾ നോക്കുന്നുണ്ടെങ്കിൽ, എക്സസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ മക്കളെ നല്ല ബെസ്റ്റ് ചോയ്സാണ്. നല്ല അടിപൊളിയല്ലോ, സാറ് നോക്കിക്കോളി. വാവ്. ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണിച്ചു തന്നിരിക്കുന്നത് ഇതിൻ്റെ ഐഫോൺ എക്സസ് എടുക്കാൻ പോകുന്നവർക്ക്, ക്യാമറ ക്വാളിറ്റി ആഗ്രഹിച്ചവർക്ക് കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ഈ അപ്ഡേഷൻ്റെ വിഷയങ്ങളും അതും തീർന്നിട്ടുണ്ട്. ബാറ്ററി പ്രശ്നങ്ങൾ അതും ഇല്ല. പിന്നെ പുറത്ത് വന്നിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ കാരണം ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് മോഡൽസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. നമ്മളെ ഗിവ് അവേ ഇനി നമ്മളൊരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാത്തിരിക്കുക. സോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.